ഹലോ വെൽക്കം ടു മോംസ് ഗാർഡൻ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വ്യാസായ വിദ്യാനികേതൻ സ്കൂളിൽ നമ്മൾ കുറച്ച് പാരൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു, യോഗ ഇൻ്റർനാഷണൽ യോഗ ഡേ ഇടുന്ന്. അപ്പം അത് ഞങ്ങൾ എല്ലാവരും കൂടെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു 3 ടൂ വീലറിൽ ഞങ്ങളൊരു 6 പാരൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ പോയെന്ന് വെച്ചാൽ ഇവിടുന്ന് മലയാറ്റൂർ അടിവാരം പോകാനാണ് പോയി നമ്മൾ മലയാറ്റൂർ പ്ലാന്റേഷൻ കണ്ടു. അവിടെ നിന്ന് നേരെ അതിരപ്പള്ളിയിലോട്ട് പോയി, മലക്കപ്പാറ വഴി അത് നേരെ അങ്ങനെ പോയി അങ്ങനെ ഇങ്ങോട്ട് പോന്നു. പക്ഷേ രസമുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. പക്ഷെ നമ്മൾ അടിവാരം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതല്ലോ. പക്ഷേ രസമുണ്ടായിരുന്നു. നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഒരു ചേച്ചിയുടെ വീട്ടിലെ ഊണെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ പോയെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റേഷനൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്ന് അറിയുമോ. നിങ്ങൾ സമയം കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. നമ്മുടെ പെരുമ്പാവൂരും മലയാറ്റൂർ അടിവാരം വഴി പ്ലാന്റേഷൻ വഴി നേരെ അതിരപ്പള്ളി. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറയുന്നത്. ആനയൊക്കെ ഇറങ്ങും, ആന പുലി അതൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ഭാഗ്യം പോലെ ദൈവാദിനം കൊണ്ട് അതൊന്നും കണ്ടില്ല. നേരെ അങ്ങ് വെച്ച് പിടിച്ച് അങ്ങോട്ട് പോയിട്ട് വന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ. എന്നാലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു എനർജി വരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുവാണ്. ഞങ്ങളൊരു 6 പേരാണ് പോകണം, ഒരു 3 ടൂ വീലറിൽ. അപ്പം നമ്മളത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ മലയാറ്റൂർ അടിവാരം വഴി ഇങ്ങനെ പോവുകയാണേ. അപ്പം നമ്മൾ ഇവിടെ തൊടാപ്പറമ്പിൽ നിന്നാണ് പോയത്. അപ്പോൾ തൊടാപ്പറമ്പിൽ നിന്ന് നേരെ ഐമുറി വഴി നേരെ ആ ഭാഗം കാലടി അല്ലല്ലോ, മലയാറ്റൂർ അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ഒക്കെ എത്തി. ആ പാലമൊക്കെ ഇല്ലേ, മലയാറ്റൂർ പാലം, അതൊക്കെ കയറി ഇത് നമ്മൾ അടിവാരത്തെത്തി. നക്ഷത്ര തടാകമാണ് ഈ കാണിക്കുന്നത്. നക്ഷത്ര തടാകവും കഴിഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റേഷനിൽ കാണാനൊക്കെ എന്ത് ഭംഗിയെന്നറിയുമോ. ഞാൻ ഇത്രയും കാലമായിട്ട് ആ ഭാഗത്തോട്ട് പോയിട്ട് പോലുമില്ലായിരുന്നു. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയാമോ. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളതെന്ന് തന്നെ അറിയാമോ. എന്ത് രസമെന്ന്. ഇതെടുക്കുന്ന എണ്ണ എടുക്കണ പനയില്ലേ, എണ്ണപ്പനത്തോട്ടം. ഇതിനൊക്കെ തന്നെ പിന്നെ റബ്ബർ തോട്ടം കൊണ്ട് റബ്ബർ തോട്ടമുണ്ട്. ആ കാണുന്നതൊക്കെ റബ്ബർ തോട്ടമാണ്. പിന്നെ അങ്ങോട്ട് പോകണ വഴിയിൽ പശുക്കളുണ്ട്, വേണ്ട പശുക്കളുണ്ട്. പിന്നെ തേക്കിൻ തോട്ടം. എന്ത് രസമുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുറച്ചൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മരങ്ങളിലൊക്കെ ഇല ഒഴിയുന്ന മരങ്ങൾ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ചോറ് കഴിക്കുന്ന സ്ഥലം ഇതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങോട്ട് പോന്നു. രസമുണ്ടായിരുന്നു. ഒരു വൺ ഡേ ട്രിപ്പ് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. മരങ്ങളുടെ ഇടകളിലൂടെ ടൂ വീലറിൽ ഇങ്ങനെ പോകാൻ എന്ത് രസമാണ്. നമ്മളങ്ങനെ അങ്ങ് നിർത്താണ്ടാണ് പോയത്. കുറച്ച് ഇത് ആ പാമ്പിൻ്റെ തോട്ടമാണ്. എന്ത് രസമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോകണം കേട്ടോ.